ഫ്രണ്ട്സ്, എല്ലാവർക്കും യന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉജാല ഉണ്ടാവുമല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഉജാല യൂസ് ചെയ്യുന്നത് വെള്ള തുണികൾ കഴുകിയതിന് ശേഷം നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടും തിളക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഉജാല വെള്ളത്തിൽ മുക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഉജാല ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് മുഴുവൻ നല്ല വൃത്തിയുള്ളതാക്കി എടുക്കാമെന്ന് എത്ര പേർക്കറിയാം? 3-4 തുള്ളി ഉജാല മാത്രം മതി നമ്മുടെ വീട് ഫുള്ളായിട്ട് നമുക്ക് തിളക്കമുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട് ഫുള്ളായിട്ട് നല്ല വൃത്തിയും നല്ല തിളക്കമുള്ളതാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പാത്രം വേണം നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ബേസനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വലിയൊരു പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു വിനാഗിരി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. ഈ ബേക്കിംഗ് സോഡ ഞാൻ 1 സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കോൾഗേറ്റ്, വൈറ്റ് കളറിലുള്ള കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഈ ഒരു ബേക്കിംഗ് സോഡ, ഉപ്പും കോൾഗേറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നമ്മൾ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഉജാലയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 തുള്ളി ഡ്രോപ്സ് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഉജാല ഒഴിച്ചതിന് ശേഷം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ ആക്കിയതിന് ശേഷം ഉപയോഗിക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതുപോലത്തെ ഗ്യാസ് സ്റ്റോപ്പുകളാണ്. അതായത് നമ്മൾ കുക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് തിളച്ച് ചാടിയിട്ടും എണ്ണയൊക്കെ തെറിച്ചിട്ടൊക്കെ ഒരു വൃത്തികേടായി കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുപോലത്തെ ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇവിടെ ഞാൻ കുറച്ച് തിളച്ചൊക്കെ ചാടിയത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തുള്ള ഈ ഒരു ഭിത്തിയിൽ, ആ ഭിത്തിയിലും എണ്ണയൊക്കെ തെറിച്ചിട്ട് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാകും. അവിടേക്ക് ഞാൻ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്നൊരു 5 മിനിറ്റ് നേരം ഒന്നൊക്കെ ഇതുപോലെ ഒഴിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ ഒരു സാധാരണ പ്ലാസ്റ്റിക് കവർ കൊണ്ട് തന്നെയാണ് ഇത് കഴുകാൻ പോകുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ പാൽ കവറാണ് എടുത്തിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഗ്യാസ് സ്റ്റവ് വൃത്തിയാക്കി എടുക്കുന്നത്. നമ്മുടെ എല്ലാ സ്ഥലവും, ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ സ്ഥലവും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതിനകത്തുള്ള ഈ അഴുക്കുകളൊക്കെ ഇളകിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബർണറിൻ്റെ അടുത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അത് ഇവിടുത്തെ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ട്. നനഞ്ഞ തുണി വച്ച് എല്ലാ സ്ഥലം തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭിത്തിയിലും നമ്മൾ ഈ ടൈൽസൊക്കെ ഒട്ടിച്ച് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഒരു ഭിത്തിയിൽ എണ്ണയും നമ്മൾ പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറിച്ചിട്ട് അവിടെയൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാം. ഇതും ഞാനൊരു പാൽ കവർ ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും അവിടുത്തെ ഭിത്തിയും ഒക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ വൃത്തിയാക്കി ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിങ്കാണ്. ഈ കിച്ചണിലുള്ള സ്റ്റീലിൻ്റെ സിങ്കൊക്കെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു സിങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് എന്നിട്ട് നമുക്കൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കണം. എല്ലാ സ്ഥലത്തും നമുക്കിത് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് കിച്ചൺ സിങ്ക് ഇതുപോലെ കഴുകി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്ക് നല്ല തിളക്കമുള്ളതായി കിട്ടും. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു സ്റ്റീലിൻ്റെ ടാപ്പും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റീൽ ടാപ്പ് കഴുകുമ്പോൾ അതിൽ ചെറിയ ചെറിയ വിടവുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കുകയാണെങ്കിൽ അവിടെയുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ സ്റ്റീൽ ടാപ്പ് നന്നായിട്ട് നല്ലപോലെ തിളക്കമുള്ളതായിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു സോപ്പ് വയ്ക്കുന്ന ഈ ഒരു സ്ഥലം അവിടെയൊക്കെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നുണ്ട്.
ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നമുക്ക് ഇതുപോലൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് നമ്മുടെ വീട്ടിലെ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കും ഈ സ്റ്റീൽ ടാപ്പും ഒക്കെ നല്ല പോലെ തിളക്കമുള്ളതായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ ക്ലീൻ ആക്കാൻ പോകുന്നത് നമ്മുടെ വാഷ് ബേസിനാണ്. ഈ വാഷ് ബേസിൽ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ കറുത്ത കുത്തുകളും പാടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ വാഷ് ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ ഒരു ടാപ്പിന്റെ അടിയിലും ഇവിടെയുള്ള ആ ഒരു വെള്ളം പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് കളറിലുള്ള ക്ലോസറ്റുകൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വാഷ് ബേസിന് നല്ല പുതിയത് പോലെ ആയിട്ടുണ്ട്, നല്ല തിളക്കമുള്ളതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമിലെ ടൈലാണ്, വാൾ ടൈലാണ്. അതിനകത്ത് ഇങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ സോപ്പൊക്കെ തെറിച്ചിട്ടും ചെറിയ കരിമ്പൻ കുത്തിയത് പോലുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ നമ്മുടെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ബാത്റൂമിലുള്ള ഈ ഒരു സ്റ്റീലിന്റെ ടാപ്പും അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ പഴയതുപോലെ ആയിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റ്, കപ്പ്, അതൊക്കെ കുറച്ച് നാൾ വെള്ളമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വഴുവഴുപ്പുണ്ടാവും. അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പാൽ കവർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഒന്നും തേച്ചെടുക്കുന്നത്. നമ്മുടെ വാൾ ടൈൽ നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആ കരിമ്പം കുത്തിയ പാടുകളൊക്കെ പോയിട്ടുണ്ട്, നല്ല തിളക്കമുള്ളതായിട്ടുണ്ട് നമ്മുടെ ടൈൽസൊക്കെ. നമ്മുടെ സ്റ്റീലിന്റെ ടാപ്പും ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, അതും അതിന്റെ തുരുമ്പൊക്കെ പോയിട്ട് നല്ല പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബക്കറ്റും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ് ആ ഒരു സൊല്യൂഷൻ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെ നമ്മുടെ കപ്പും നല്ല പോലെ പുതിയതുപോലെ ആയിട്ടുണ്ട്. കപ്പിലുണ്ടായിരുന്ന വഴുവഴുപ്പൊക്കെ മാറിയിട്ട് നല്ലൊരു ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത്രത്തോളം സൊല്യൂഷൻ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇത് പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടികളില്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. ഒരു തുണി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതിനകത്തൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കളയണം. വെള്ളത്തെപ്പാട് തുടയ്ക്കരുത്. ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. കണ്ണാടിയുടെ എല്ലാ സൈഡും നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ണാടി നല്ലപോലെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളും ഇതേപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. വെള്ളം നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം മാത്രമാണ് തുടച്ചെടുക്കാമുള്ളൂ. നമ്മുടെ വാതിലുകളും ഫർണിച്ചറുകളൊക്കെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സൊല്യൂഷൻ ഞാൻ എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സെറാമിക്കിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതിൽ കറിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതുപോലെ ഒരു അടയാളം, ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടിരിക്കും. അത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത് അവിടേക്ക് ഇങ്ങനെ അടിവശത്ത് ഒരു മഞ്ഞ കളർ പോലെ ഉണ്ട്. ഈ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ ഇതൊന്ന് മുക്കി വെക്കുകയാണ്. മുക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് കൈ വെച്ച് തന്നെ ഉരച്ചു കൊടുക്കാം. അധികം കറകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഇതിനകത്തൊന്ന് മുക്കി വെക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രങ്ങളൊക്കെ ഇതിനകത്ത് മുക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൊല്യൂഷനിൽ ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. കൈ വെച്ച് തന്നെയാണ് കഴുകിയെടുക്കുന്നത്. ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ട് പഴയതുപോലെ ആയിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ, അതും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ കളറൊക്കെ പോയിട്ടുണ്ടാവും. അതൊക്കെ നന്നായിട്ടൊന്ന് പുതിയതുപോലെ ആക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. കൈ വെച്ച് തന്നെയാണ് ഞാൻ ഇതൊന്ന് ഉരച്ചെടുക്കുന്നത്. വേറെ സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് നല്ല വെള്ളത്തിലൊന്ന് കഴുകിക്കൊണ്ടുവരാം. നമ്മുടെ ഈ ഒരു സെറാമിക്കിന്റെ പാത്രത്തിലുള്ള മഞ്ഞ കളറൊക്കെ പോയിട്ട് തിളങ്ങി നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റീലിന്റെ ഗ്ലാസും ഈ ചില്ലിന്റെ ഗ്ലാസും ഞാൻ കഴുകി എടുത്തുകൊണ്ട് വരികയാണ്. നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടില് ചായ അരിക്കുന്ന അരിപ്പയൊക്കെ ഉണ്ടാവില്ല, ഇതിലും ഇതേപോലെ കറകളൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചു കൊടുക്കണം. അതിനുശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള കറകളൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇതാ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച ഈ സ്പൂണുകൾ, കയ്യിലുകൾ, അതൊക്കെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഒന്ന് കഴുകിയെടുക്കുകയാണ്. അതിനുശേഷം നല്ല വെള്ളത്തിൽ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്പൂണുകളും കണ്ടില്ലേ, നല്ല തിളക്കമുള്ളതായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇത്രത്തോളം വെള്ളം ഇനിയും ബാക്കിയുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഈ സൊല്യൂഷൻ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം യൂസ് ചെയ്യുന്ന തുണികളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കിച്ചൺ ടവലിലൊക്കെ ഉണ്ടാകുന്ന വഴുവഴുപ്പും അഴുക്കുകളൊക്കെ പോയി കിട്ടുന്നതായിരിക്കും. നല്ലൊരു യൂസ്ഫുൾ ആണ്. നമ്മൾ സാധാരണ തുണികൾക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഉജാല ഉപയോഗിച്ചിട്ടാണ് ഈ നമ്മുടെ വീട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ. താങ്ക് യു.